കസ്റ്റഡി മർദ്ദന വിവാദങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾക്കുമിടെ നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. വി എസ് അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ പി തങ്കച്ചൻ, പീരുമേട് MLA വാഴൂർ സോമൻ എന്നിവർക്ക് ചരമോപചാരം അർപ്പിച്ച് ആദ്യ ദിവസമായ ഇന്ന് സഭ വിരിയും. അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടുന്ന നിയമ ഭേദഗതി ബില്ലടക്കം പ്രധാനപ്പെട്ട നിയമ നിർമ്മാണങ്ങൾ ഈ സമ്മേളന കാലയളവിൽ സഭയിൽ വരും. ശ്രീജിത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി വീണ്ടും ചേരുകയാണ്. ശ്രീജിത്ത്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഗുഡ് മോർണിംഗ്. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിലാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ആകെ 12 ദിവസം നീളുന്ന സമ്മേളനത്തിലെ പ്രധാന അജണ്ട നിയമനിർമ്മാണമാണ്. നിയമനിർമ്മാണ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നതെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങൾക്ക് തന്നെയായിരിക്കും സഭാതലത്തിൽ പ്രാമുഖ്യം ലഭിക്കുക. അതിനായി ഒട്ടേറെ വിഷയങ്ങളുണ്ട്. പ്രതിപക്ഷത്തെ ദുർബലരാക്കുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ പരാതികളാണ്. ഈ പരാതികൾ മുൻനിർത്തി പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഒപ്പം തന്നെ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം ആയുധമാക്കും. എന്നാൽ പ്രതിപക്ഷത്തിനും ശക്തമായ ആയുധങ്ങൾ തങ്ങളുടെ അവനാഴിയിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തെ ലോക്കപ്പുകളിൽ നടക്കുന്ന ക്രൂരമർദ്ദനങ്ങളാണ്. കുന്നംകുളത്തെ ലോക്കപ്പ് മർദ്ദനത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പീച്ചിയിലും സമാനമായ അക്രമം നടന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ വിഷയങ്ങൾ മുൻനിർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായിരിക്കും പ്രതിപക്ഷം ശ്രമിക്കുക. എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തികഞ്ഞ മൗനത്തിലാണ്. ഇതുവരെ അദ്ദേഹം ഇതേപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് സഭാതലത്തിൽ മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകളും രാഷ്ട്രീയ പോരുകളും ഈ സഭാതലത്തിൽ നടക്കും. അതിന് സഭാതലം സാക്ഷിയാകുമെന്ന് ഉറപ്പാണ്. നിയമനിർമ്മാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അക്രമകാരികളായ വന്യജീവികളെ കൊന്നൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു നിയമ ഭേദഗതിയാണ് നിയമസഭ പരിഗണിക്കുന്നത്. എങ്കിലും കേന്ദ്രാനുമതി വേണ്ട നിയമനിർമ്മാണം ആയതുകൊണ്ട് എത്രത്തോളം അത് ഫലപ്രാപ്തിയിലെത്തുമെന്ന കാര്യം സംശയമാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.